മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയെ കുടുക്കാൻ ഉറച്ചു തന്നെയാണ് പോലീസ്. താരത്തിനെതിരെ അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ബോധപൂർവമായ അതിക്രമം മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സുരേഷ് ഗോപി നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. IPC 354 വകുപ്പാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് അനുമതിയില്ലാതെ സുരേഷ് ഗോപി സ്പർശിക്കുകയായിരുന്നു. ആദ്യം കൈ തട്ടിമാറ്റിയെങ്കിലും പിന്നീട് വീണ്ടും സുരേഷ് ഗോപി സ്പർശിച്ചു. ഇതേ തുടർന്നാണ് മാധ്യമപ്രവർത്തക പോലീസിൽ പരാതി നൽകിയത്. നവംബർ 15-ന് സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം തെളിവ് ശേഖരണവും ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, മറ്റ് ദൃശ്യങ്ങൾ ഈ സ്പർശിച്ചവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നീ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷികളിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഗൌരവമുള്ള കുറ്റകൃത്യം തന്നെ ചെയ്തു എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ആദ്യം 353A വകുപ്പ് പ്രകാരമാണ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മനഃപൂർവ്വം തന്നെ ഈ മാധ്യമപ്രവർത്തകന്റെ ശരീരത്തിൽ സുരേഷ് ഗോപി കൈവച്ചു എന്ന വിലയിരുത്തലാണ്. ലൈംഗിക ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം നടപടി ഉണ്ടായത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IPC 354 വകുപ്പുകൾ പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം കേരള പോലീസ് ആക്ടിലെ 119A വകുപ്പും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന കുറ്റമാണ് ഈ 119A എന്ന വകുപ്പിൽ ഉള്ളത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായെങ്കിലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ജാമ്യം നൽകി സുരേഷ് ഗോപിയെ വിട്ടയക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വകുപ്പുകളും കൂടുതൽ ഗൌരവമുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം പൂർത്തിയായി, തെളിവ് ശേഖരണവും സാക്ഷികളുടെ മൊഴിയെടുക്കലും പൂർത്തിയായി. ഉടൻ തന്നെ ഈ കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് നടക്കാവ് പോലീസ് അറിയിക്കുന്നത്.